ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. ഇന്നല്ല, ഈ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല സന്തോഷമാണ്. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ഫാമിലിയിലോട്ട് പുതിയൊരു മെമ്പറും കൂടെ ആഡായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മെമ്പർ എന്ന് പറയുമ്പം നിങ്ങൾ വിചാരിക്കും കുറച്ച് പ്രായം കുറഞ്ഞ വ്യക്തിയാണെന്ന്, അല്ലെങ്കിൽ കുറച്ച് പ്രായം കുറഞ്ഞ ആളാണെന്ന്. പക്ഷേ ഇത് കുറച്ച് പ്രായം കൂടുതലുള്ള ആളാണ് കേട്ടോ. പ്രായം കൊണ്ടും പ്രതാപം കൊണ്ടുമൊക്കെ കുറച്ച് കൂടുതലുള്ള ആളാണ്. ആരാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഈ ഒരു ഫ്രണ്ട് വ്യൂ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ആദ്യമായിട്ട് വന്ന് കയറിയെന്ന് പറയുന്നത് ഡ്യൂക്ക് 200 ആണ് കേട്ടോ. ആദ്യമായിട്ടല്ല, ഇപ്പോൾ എൻ്റെ കയ്യിൽ നിലവിലുള്ളത് ഡ്യൂക്ക് 200 ആണ്. അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത്. എൻ്റെ പഴയ വീഡിയോകളൊക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ കയ്യിലുള്ളത് ഡ്യൂക്ക് 200 ആണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലേക്കാണ് ഇവനും കൂടെ വന്ന് കയറുന്നത്. ഇവനെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഡ്യൂക്കിനേക്കാളും പേരും പ്രതാപമൊക്കെ കൂടിയ ഒരാൾ തന്നെയാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. കാരണം എന്ന് പറയുന്നത് ഏതൊരു വണ്ടി ഭ്രാന്തൻ്റെയും മനസ്സിൽ ഈ ഒരു മുതൽ കാണും. അതേപോലെ തന്നെ എൻ്റെ മനസ്സിലും ഒരു 2 സ്ട്രോക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതേപോലെ ഒരു 2 സ്ട്രോക്ക് കയ്യിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഓൺ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. പെട്ടെന്ന് കയ്യിൽ വന്ന് ചേർന്നൊരു വണ്ടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ വണ്ടിയുടെ ഓണർ ഞാൻ മാത്രമല്ല, എൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ്. അവൻ വിദേശത്താണ്. അവൻ നാട്ടിൽ വരുന്ന സമയത്ത് അവനും കൂടെ ഒന്ന് പൊളിച്ച് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ ഇതെടുത്ത് വെച്ചിരിക്കുന്നത്. എടുത്തിട്ട് ഏകദേശം ഒരാഴ്ച ആവുന്നുള്ളൂ. അപ്പോൾ വണ്ടിയിൽ അത്യാവശ്യം ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം ഒന്ന് ചെയ്യണം. അതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ ഈ വണ്ടിയുടെ ലുക്ക് ഒന്ന് കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് കേട്ടോ. അത്യാവശ്യം കോലം കെട്ടിരിക്കുകയാണ് സംഭവം. ടാങ്കൊക്കെ വൃത്തിയായിട്ട് പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കണം കേട്ടോ. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി നമുക്ക് പെയിൻറ്റ് ചെയ്യണം. നമ്മുടെ ഇഷ്ടത്തിന് നല്ലൊരു സെറ്റ് കളർ ചെയ്യണം. അത് മാത്രമല്ല, പിന്നെ അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ട്. എൻജിൻ സൈഡിലൊക്കെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര വൃത്തിയായിട്ടിരിക്കുകയാണ്. അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അതേപോലെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈ നമ്മുടെ 4 സ്ട്രോക്ക് വണ്ടി ഓടിച്ച് അതിൽ ഡിസ്കും കാര്യങ്ങളൊക്കെ പിടിച്ച് വന്നിട്ട് പെട്ടെന്ന് ഇതിലോട്ട് മാറിയപ്പോഴത്തേക്ക് ആ ഒരു ഡിസ്ക് ഇല്ലാത്തതിൻ്റെ കുറവ് നല്ല രീതിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. സംഭവം നമ്മൾ നോർമലി പിടിക്കുന്ന രീതിക്ക് പിടിച്ചിട്ട് ഈ വണ്ടി നിൽക്കുന്നൊന്നുമില്ല. ഈ ഒരു വണ്ടിയുടെ പവറിനെ താങ്ങി നിർത്താൻ ഈ ഒരു ബ്രേക്ക് പോരെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസമല്ല, അതാണ് സത്യം. ഈ ഒരു വണ്ടിയുടെ പവറിനെ നമുക്ക് താങ്ങി നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ വണ്ടി ഏതാണെന്ന് ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല കേട്ടോ. വണ്ടി RX135 ആണ്. 1998 മോഡൽ 4 സ്പീഡ് വണ്ടിയാണ് കേട്ടോ. ജസ്റ്റ് ഇതിൻ്റെ ഒരു വാക്ക് റൗണ്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് കേട്ടോ. ഈ സൈഡിൽ കവറിങ് കാര്യങ്ങളൊക്കെ പോയിരിക്കണം. അതൊക്കെ ഒന്ന് വാങ്ങിച്ചിടണം. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് വേണം ഓരോ സൈഡിൽ നിന്ന് ഇതിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കിൽ നമ്മുടെ SD-യുടെ റിമ്മാണ് ഇട്ടേക്കണം കേട്ടോ. SD-യുടെ റിമ്മും MRF-ൻ്റെ മോട്ടോ ഡി എന്ന് പറയുന്ന ടയറുമാണ് ഇട്ടേക്കണം. അതേപോലെ തന്നെ നമ്പർ പ്ലേറ്റ് കണ്ടില്ലേ, ചെറിയ രീതിക്കാണ് നമ്പർ എഴുതിയിരിക്കണം. അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വൃത്തിയായിട്ട് എഴുതണം. കാരണം ഈ വണ്ടിയൊക്കെ കണ്ടാൽ പോലീസുകാർ എന്തായാലും കൈയാണിച്ച് നിർത്തും. അതുകൊണ്ട് നമ്മളായിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിനകത്ത് ചെയ്ത് അവർക്ക് പൈസ ഉണ്ടാക്കാനുള്ള വഴികൾ നമ്മൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. അല്ലറ ചില്ലറ മോഡിഫിക്കേഷൻസ് വരുത്തും. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വണ്ടിക്കകത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് എനിക്ക് ഇതിൽ ഈ ഹാൻഡിൽ ഹാൻഡിൽ വൃത്തികേടായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ബാർ ഹാൻഡിൽ വണ്ടിക്ക് ലുക്കാണ്, പക്ഷേ എനിക്കെന്തോ ഒരു വൃത്തികേടായിട്ട് ഫീൽ ചെയ്യുന്നത്. സ്റ്റോക്ക് തന്നെ ആക്കാനുള്ളൊരു ചിന്തയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സ്റ്റോക്ക് ഹാൻഡിൽ വെച്ചിട്ട് നമ്മുടെ ചെറിയൊരു ബാർ ഹാൻഡിൽ പകരം ഒരു സംഭവം വയ്ക്കുമല്ലോ, അതും കൂടെ ഒന്ന് വയ്ക്കാനുള്ള ഐഡിയ ഒക്കെ ഉണ്ട്. ഇത്രയൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ കാര്യങ്ങളെന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്, ഞാൻ എന്തായാലും വരുന്ന സമയങ്ങളിൽ ഈ വണ്ടിയുടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ മാറ്റും. അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പം വണ്ടി എടുത്ത കണ്ടീഷനും പിന്നെ വണ്ടി മാറ്റി പണിഞ്ഞ് വന്നിട്ട് അതിന് ശേഷമുള്ള വണ്ടിയുടെ കോസ്റ്റും, അപ്പോൾ അതും കൂടെയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന സമയത്ത് ഒരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം വണ്ടിയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ നിങ്ങൾ കണ്ടാലല്ലേ പിന്നീട് എങ്ങനെയാണെന്ന് മനസ്സിലാവുള്ളൂ. ഒരുപാട് പൈസ ഇറക്കിയൊന്നും മോഡിഫിക്കേഷൻ ചെയ്യുന്നില്ല, ചെറിയ രീതിക്ക് മാത്രം. മോഡിഫിക്കേഷൻ എന്ന് പറയാനും പറ്റില്ല കേട്ടോ. നമുക്ക് എസെൻഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഭയങ്കര പൈസ ഇറക്കിയൊന്നും ചെയ്യുന്നില്ല, ചെറിയ ചെറിയ രീതിക്കുള്ള മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ വണ്ടിയുടെ ഇപ്പോഴത്തെ ലുക്കൊന്ന് കാണേണ്ടി വരും. സൈലൻസറൊക്കെ കണ്ടില്ലേ, സൈലൻസറൊന്നും വലിയ കുഴപ്പമില്ല, തൊടാൻ പറ്റില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ ഓടിച്ചുകൊണ്ട് വന്ന് ചൂടായിട്ടിരിക്കുകയാണ്. അപ്പോൾ സൈലൻസറിലൊന്നും വലിയ പ്രശ്നമില്ല. നമ്മുടെ ഈ ഒരു ക്രാഷ് ഗാർഡ് അത്യാവശ്യം തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. പ്ലേറ്റിങ്ങിനൊക്കെ അത്യാവശ്യം പൈസ ആവുമെന്ന് തോന്നുന്നു. അതിനെപ്പറ്റി അറിഞ്ഞുകൂടാ. അപ്പോൾ പ്ലേറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറ്റുമെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിലൊക്കെ ഞാൻ കാണിക്കാം. പിന്നെ വണ്ടിയിൽ വേറെ രീതിക്കുള്ള ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല കേട്ടോ. എക്സ്ട്രാ വണ്ടിയിൽ പവർ ഹെറ്റ് അല്ലെങ്കിൽ പോർട്ട് അങ്ങനെയുള്ള രീതിക്ക് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വണ്ടിയിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. അല്ലെങ്കിൽ ഇപ്പം വണ്ടിയുടെ നിലവിലുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇനിയിപ്പം ഇതിൻ്റെ സൗണ്ടും കൂടെ ഒന്ന് കേൾപ്പിച്ചു തരാം. സൗണ്ടാണ് ഈ വണ്ടിയുടെ ഹൈലൈറ്റ്. അതെല്ലാവർക്കും അറിയാമല്ലോ. വണ്ടി ഭ്രാന്തന്മാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സാധനം എന്ന് പറയുന്നത് ഇതിൻ്റെ സൗണ്ടാണ്. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ സൗണ്ടും കൂടെ ഒന്ന് കേൾപ്പിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ സൗണ്ട്.
അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൗണ്ട് കേട്ടോ. സ്ലോ സ്പീഡ് ചെറുതായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ ഇപ്പോൾ ഓഫ് ആവാനുള്ള സാധ്യതയുണ്ട്. ഓഫായില്ല. അപ്പോൾ ഇതാണ് ഈ വണ്ടി. ഇത് കണ്ടില്ലേ, എൻജിനൊക്കെ പെയിൻ്റ് അടിച്ച് കൊളാക്കി വെച്ചേക്കാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള പരിപാടികളിലാണ് നിൽക്കുന്നത് കേട്ടോ. വണ്ടി ഓഫായി. ഇവിടെ ചെറിയ തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഫാമിലി മെമ്പർ, നമ്മുടെ പുതിയ വണ്ടി എന്ന് പറയുന്നത്. പുതിയെന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിലും നമ്മുടെ ഫാമിലിയിലും പുതിയതാണ്, അതുകൊണ്ട് പുതിയ വണ്ടി എന്ന് തന്നെ പറയാം. അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആയിരുന്നു കേട്ടോ. സംഭവം ഈ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയ വീഡിയോ ആയിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു വണ്ടിയെ പരിചയപ്പെടുത്താൻ വേണ്ടി ചെറിയൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.